ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരുവാണ്. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. ഡ്രസ്സ് എടുക്കണം, പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. അത് ഗോൾഡാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു പർച്ചേസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് നാത്തൂനും കുഞ്ഞുമുണ്ട്, അവർ തോട്ടപ്പള്ളിയിലാണ്. അപ്പോൾ അവരും വന്ന് അങ്ങനെ പിന്നെ നമ്മൾ ആലപ്പുഴ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചൂടും ദാഹമൊക്കെ. അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഓരോ വെള്ളം, അത് നാരങ്ങ വെള്ളം തന്നെയാണ്, സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നല്ല അടിപൊളി തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ആ ചൂടിന് കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സുഖമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് അതൊക്കെ കുടിച്ചിട്ട് പിന്നെയും നമ്മൾ ഈ നടക്കും. വെയിലൊക്കെ ഉണ്ട്, നല്ല വെയിൽ. അപ്പോൾ കുട എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വന്നിട്ട് ഇന്നേ വരെ ഞാനും ആച്ചുക്കുട്ടിൻ്റെ പപ്പായുമായിട്ട് ഇങ്ങനെ ആലപ്പുഴ കൂടെ ബസ്സിലൊന്നും ഞങ്ങൾ ബൈക്കിലൊക്കെ തന്നെയായി പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ എമ്മിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാത്തൂനും മോക്കുമുള്ള ലച്ചൂനുമുള്ള ഡ്രസ്സും ഒക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഒരേ കളറുള്ള ചുരിദാർ എടുക്കാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്, എനിക്കും നാത്തൂനും. അങ്ങനെ ഞങ്ങൾ പല ഇത് നോക്കിയിട്ടൊന്നും നമുക്കൊന്നും പറ്റുന്നില്ല. പല കളറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നാത്തൂൻ്റെ ലച്ചുവിനും വേണ്ടി എടുത്ത് അവൾക്ക് മോഡലായിട്ടുള്ള തന്നെ ഡ്രസ്സാണ് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ചുരിദാറും പച്ച കളറിലെ തന്നെ ടോപ്പായിരുന്നു എടുത്തത്. ടോപ്പും ബാക്കി നമുക്ക് ലെഗിൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് എടുക്കുന്നത് ലച്ചുവിന് വേണ്ടിയുള്ളതാണ് ടോപ്പ് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ആളിത്തിരി മോഡലായിട്ടൊക്കെ നടക്കുന്നുണ്ടോന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ എന്ന് വെച്ച് പിന്നെ ഞങ്ങൾ അവർക്കുള്ള ജീൻസും ഒക്കെ എടുക്കണം. പല മോഡലും പല പേരും ഒക്കെയാണ് ഇപ്പോഴത്തെ പല ട്രെൻഡുകളും ഒക്കെ. അപ്പം നമ്മളതൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ആച്ചുക്കുട്ടൻ്റെ ക്ഷമയൊക്കെ അങ്ങ് പോയി. അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം, അങ്ങനെ ഒരു ഇതാണ് കുഞ്ഞിന് വരുന്നത്. അപ്പോഴിടക്കിടക്ക് അപ്പോൾ ഞങ്ങൾ ഓരോന്ന് എടുത്തിട്ടും കൊണ്ട് അവിടെ കാർഡ്ബോർഡിൽ കൊണ്ട് ഇടുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ആച്ചുക്കുട്ടന് വേണം, എനിക്ക് മാത്രം എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിൽ നിന്ന് കുഞ്ഞിന് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് എപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം എടുക്കണമല്ലോ കുഞ്ഞിന് വേണ്ടി. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് അപ്പുറത്തൊരു കുഞ്ഞു വാവ ഇങ്ങനെ നിന്ന് ആച്ചുകൂട്ടൻ്റെ പപ്പായെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ചിരിക്കുന്നത്. അവിടെ എങ്ങോട്ടൊക്കെ പോയിട്ട് ഇവിടെ തന്നെ ഇങ്ങോട്ട് തന്നെ പപ്പയായിട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആച്ചുകൂട്ടനെ സെലക്ട് ചെയ്തത് ഈ ടീഷർട്ടായിരുന്നു. പിന്നെ ഒത്തിരി ഒരു ടൈറ്റ് പോലെയൊക്കെ തോന്നി. ഇതാണ് ഞങ്ങൾക്കെടുത്ത ടോപ്പ്. ഈ പച്ച എനിക്കും നാത്തൂനും എടുത്തത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ബില്ല് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ താഴേക്ക് വന്ന നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബില്ലൊക്കെ അടിച്ച് പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പോഴത്തേക്ക് ആച്ചുകൂട്ടൻ്റെ മുഖമൊക്കെ വാടി നമുക്ക് വീട്ടിൽ പോകണം, എനിക്ക് വിശപ്പ് തുടങ്ങിയെന്നും പറഞ്ഞൊക്കെ അപ്പോഴത്തേക്ക് നോക്കാൻ നേരത്തെ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് ഇനി അപ്പം നമുക്കൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ട്, ഗോൾഡാണ്. അപ്പോൾ കല്യാണപ്പെട്ടിന് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് പോയി. അപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് നമുക്ക് സാധാ ഊണ് കഴിക്കാമെന്ന്. പിന്നെ ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ബിരിയാണി അല്ലെ കുഴിമന്തി കഴിക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ കുഴിമന്തിയോ കാര്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ ക്ഷമയൊക്കെ നശിച്ചു ഇങ്ങനെ ഇരിക്കാൻ നേരത്തേക്ക് കച്ചമ്പറമൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ ഇതൊന്നും കാണത്തില്ല, ഭയങ്കര ടേസ്റ്റിയാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ വിശന്ന് പരവശപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ചോറ് കിട്ടിക്കഴിയുമ്പോൾ വല്ലാത്തൊരു ഇതായിരിക്കും. അങ്ങനെ ആച്ചുക്കുട്ടനപ്പം വരുന്നില്ലല്ലോ എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ വലിയ ഇതൊന്നും ടേസ്റ്റ് തോന്നില്ല. റൈസിന് ഇച്ചിരി ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ആച്ചുക്കുട്ടൻ എൻ്റെ ഒരു നാരങ്ങ മിഠായിയുടെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ട് പപ്പ മേടിച്ച് ഇത് കൊള്ളാവാന്നും ചോദിച്ചു. അങ്ങനെ പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളൊരു ബാലരമയും ഒക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഒരു വെയിലും അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഗോൾഡ് മേടിക്കാനായിട്ട് ഹമീദ് ജ്വല്ലറിയിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് അപ്പോൾ നമ്മളൊരു മോതിരമാണ് എടുക്കണമെന്ന് വെച്ചത്. അങ്ങനെ നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പാദസരം എടുക്കാനായിട്ട് നമ്മൾ പക്ഷേ ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന മോതിരം. അപ്പോൾ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ആദ്യം ഇവിടെ വരണമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഞാൻ പാദസരം എടുക്കാനായിട്ട് നമ്മൾ പോയത് മലബാർ ഗോൾഡിലോട്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുമൊക്കെ സെലക്ട് ചെയ്ത് വേറെ ഒക്കെ നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ നാത്തൂൻ കുഞ്ഞിന്
ഒരു മിഞ്ച് വേണമെന്ന് പറഞ്ഞു ഈ കാലിലിടുന്നത്. എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പേരൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ബസ് വന്ന് പിന്നെ അവിടെ നേരെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലിരുന്ന് അപ്പോൾ വീട്ടിലേക്ക് വരാൻ നേരത്തേക്ക് ഇങ്ങനെ ബസ്സിലിരുന്നപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു രസമാണ്. പക്ഷെ എനിക്ക് ട്രാൻസ്പോർട്ട് വല്ലോട്ട് കയറുമ്പോഴത്തേക്ക് വല്ലാതെ ഈ ഛർദ്ദിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ആളാണ് ഞാൻ. പിന്നെ നമ്മുടെ ആച്ചിക്കുടി നമ്മുടെ സ്ഥലത്തെത്തി. ആച്ചിക്കുടി സ്കൂൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ ബസ്സിൽ പോകുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്, ആച്ചിക്കുട്ടനും ഞാനും പപ്പായും കൂടെ. അങ്ങനെ പിന്നെ നമ്മൾ കളത്തട്ടിലിറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി നമ്മൾ റെഡിയായി. അപ്പോൾ ഇവർക്ക് തോട്ടപ്പള്ളിയിലേക്കും പോകണം, പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ടും പോകണം. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ പപ്പായും മോനും കൂടെ ബൈക്കിൽ വന്ന് ഞങ്ങൾ പിന്നെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ഓട്ടോയിലോട്ട് പോകാമെന്നും പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും നാത്തൂനും മുകളിൽ വെച്ചുവും ഞാനും കൂടെയാണ് അപ്പോൾ ഓട്ടോയിലോട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് അതിനു മുമ്പ് പപ്പായും മോനും കൂടെ അവിടെ എത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് അപ്പോൾ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ അവരങ്ങ് ഇറങ്ങും, തോട്ടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നെ കല്യാണത്തിന് വരാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് അപ്പോൾ അവരങ്ങ് ഇറങ്ങുവാണ്. അപ്പോൾ അവൾക്ക് എന്തോ പൊതിയൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും വേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്കേ തരത്തുള്ളേ. അപ്പോഴത്തേക്ക് ഞാൻ പറയാം എനിക്ക് പുളിയൊക്കെ ഉള്ളതാണ്, എനിക്കെല്ലാം ഉണ്ട്. അപ്പോൾ പുളിയാണ് അവളെ എടുത്തുകൊണ്ട് അടിച്ച് മാറ്റിക്കൊണ്ട് ഓടുന്നത്. അങ്ങനെ അവർ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആച്ചിക്കുട്ടനെ കാലപ്പോഴേ പിന്നെയും കറങ്ങണം, ബൈക്കിൽ പോയില്ലല്ലോ, ആ ഒരു ഇതിൽ ആച്ചിക്കുട്ടന് പോകണമെന്നും പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് വരും. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്തുള്ളൂ, അപ്പോൾ ഏട്ടനെടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.